ഹായ് എവ്രി വൺ. എല്ലാവരുടെയും സ്കൂള് തുറന്ന് 1 വീക്കായി. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോഴാണ് തോന്നുക ചില സബ്ജക്ട്സ് ടഫാണ്, എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ചിലവർക്ക് മടിയായിരിക്കും വെക്കേഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പുസ്തകമൊക്കെ തുറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം, എങ്ങനെ പഠിത്തം ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നതിനുള്ള 7 സ്റ്റഡി ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റഡി ടിപ്പാണ് അണ്ടർലൈൻ ദ ന്യൂ വേർഡ്സ്. അപ്പോൾ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് ഇംഗ്ലീഷ്, സോഷ്യൽ, സയൻസ് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാത്തിലും പുതിയതായി നിങ്ങൾക്ക് അർത്ഥമറിയാത്ത കുറേ വേർഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കാം, ടെക്സ്റ്റ് ബുക്ക് എടുത്തു ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇവിടെ ഞാനിപ്പോൾ 5th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ടൈഗർ കൺസർവേഷൻ. അപ്പോൾ ഇതിൽ ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ഡിസപ്പിയർ അല്ലെങ്കിൽ ഓർഗാനിസം, എക്കോസിസ്റ്റം, കൺസർവിങ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതാവാം. ചിലവർക്ക് അർത്ഥം അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. പറയാത്തവരെന്ത് ചെയ്യുക, ഏത് സിമ്പിൾ വാക്കായിക്കോട്ടെ, അർത്ഥം അറിയില്ല എന്ന് വെച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം എന്ത് ചെയ്യുക, ആ വേർഡ്സ് അപ്പം തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് ഒരു ഡിക്ഷണറി എടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ആ വാക്കിൻ്റെ മീനിങ് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇപ്പോൾ ഹെർബിവോറിന് ഞാൻ എവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, ആൻ ആനിമൽ ദാറ്റ് ഈറ്റ്സ് പ്ലാന്റ്സ്. സസ്യങ്ങൾ കഴിക്കുന്ന ഒരു ആനിമലാണ് ഹെർബിവോർ. സിമ്പിളായിട്ട് നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കാർണിവോർ, ആൻ ആനിമൽ ദാറ്റ് ഈറ്റ്സ് മീറ്റ് കഴിക്കുന്ന ഒരു ആനിമൽ. ഡിസപ്പിയർ എന്ന് വെച്ചാൽ എന്താ, ടു ഗോ അവേ ഓർ ബിക്കം നോ ലോങ്കർ വിസിബിൾ. ഇനി ഇംഗ്ലീഷിൽ തന്നെ മീനിങ് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം. കാണാതാവുക, ഇല്ലാതാവുക, ഡിസപ്പിയർ അല്ലേ. കൺസേർവ്, ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ്, സംരക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഡിക്ഷണറിയോ ഗൂഗിൾ സെർച്ചോ ചെയ്തിട്ട് ആ വേർഡ്സിൻ്റെ മീനിങ് അപ്പം തന്നെ പഠിച്ച് വെക്കുക. കാരണം ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരഗ്രാഫ് കുറച്ചുകൂടെ വൃത്തിക്ക് മനസ്സിലാവുകയും ചെയ്യും, അതെപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവുകയും ചെയ്യും. ഓക്കെ, അടുത്ത ടിപ്പാണ് സമ്മറി എഴുതുക, സമ്മറൈസ് ചെയ്യുക. നമ്മളൊരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ഓൺ വേർഡ്സിൽ സമ്മറി ആയിട്ട് എഴുതുക. കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആയിട്ട് എഴുതുക, സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട വലിയ വലിയ വാക്കുകളിനൊക്കെ നമ്മൾ സിമ്പിൾ വേർഡ്സ് കണ്ടുപിടിച്ചു അല്ലേ, സിമ്പിൾ മീനിങ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ സിമ്പിൾ മീനിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞു സമ്മറി നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. അതാകുമ്പോൾ നിങ്ങൾ വായിച്ച കാര്യം നിങ്ങൾ ഒന്നുകൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ഭംഗിയായിട്ട് തലയിൽ നിൽക്കും, ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ടിപ്പാണ് പോയിൻ്റായിട്ട് എഴുതുക, അല്ലെങ്കിൽ പിക്ചേഴ്സ് വെച്ച് പഠിക്കുക. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് അല്ലേ. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ, ഫോർ ദിസ് ദേ യൂസ് ദി എനർജി ഫ്രം സൺലൈറ്റ്. അങ്ങനെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, നമുക്ക് എന്തെഴുതാം, പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് യൂസിങ് ഫോട്ടോസിന്തസിസ്, ഫോർ ദിസ് ദേ നീഡ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ, ദേ റിലീസ് ഓക്സിജൻ. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു പോയിൻറ്റ്സ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളതെന്ന് തോന്നും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. എക്സാമിനായാലും എഴുതുമ്പോൾ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാനും അതൊക്കെ വായിക്കുന്നതും ഇങ്ങനെ കൂടെ ഒരുമിച്ച് എഴുതുന്നതിനേക്കാളും ഭംഗി പോയിൻ്റായിട്ട് എഴുതുന്നതും കൂടെയാണ്. അപ്പോൾ പോയിൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ്, പിക്ചർ അല്ലെങ്കിൽ ഡയഗ്രാം വരച്ച് പഠിക്കുക. അപ്പോൾ ഫോട്ടോസിന്തസിന് നമുക്കൊരു പൂ വരച്ചിട്ട് സണ്ണിൽ നിന്ന് സൺലൈറ്റ് കിട്ടുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു, വെള്ളം കിട്ടുന്നു, ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്നു, പിന്നെ ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു എന്നൊക്കെ നമുക്ക് ആരോ മാർക്സ് ഒക്കെ വെച്ച് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക്കായാലും അതിന് ഡയഗ്രാം വരച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വരച്ച് പഠിക്കുക. ഇനി ഈ ഡയഗ്രത്തിനെ നിങ്ങൾക്ക് കളർഫുൾ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. നെക്സ്റ്റ് പോയിൻ്റാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ടഫായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണെന്നൊക്കെ തോന്നിയാൽ പെട്ടെന്ന് പോയി കണ്ണാടിന് മുമ്പിൽ നിൽക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളോട് തന്നെ പറയാം, റിസൈറ്റ് ചെയ്യുക പഠിച്ച കാര്യം. ഇപ്പോൾ പോയമൊക്കെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ 1-2 തവണ വായിച്ചിട്ട് കണ്ണാടീൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അത് റിസൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മുടെ തലയിൽ നിൽക്കും ഇത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സോഫ്റ്റ് ടോയോ, നിങ്ങളുടെ ടെഡി ബെയറോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വല്ല പൂച്ചയോ പട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ടീച്ചറെ പോലെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓർത്ത് വയ്ക്കാനും നമുക്കത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കാരണം നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇവിടെ എനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഇതെനിക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മളത് മറ്റൊരാൾക്ക് ഭംഗിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് നമ്മുടെ തലയിൽ നല്ലപോലെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങളൊരു
ബ്ലാങ്ക് നോട്ട്ബുക്കിൻ്റെ മിഡിൽ പേജ്, അതായത് മിഡിൽ പേജ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പേജ് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ ഫ്രണ്ടും ബാക്കും ഒക്കെ ആയിട്ട് 4 പേജസ് കിട്ടും. ഇനി അതിനെ 16 ഫോൾഡ് ചെയ്യാം. ഓക്കെ, അതായത് ഫ്രണ്ടും ബാക്കും ആയിട്ട് നമുക്ക് മുമ്പിൽ 8 പാർട്സ് ആയിട്ട് കിട്ടും, പിന്നിൽ 8 പാർട്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 16 പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സും ഓരോരോ ബോക്സിൽ എഴുതി വെക്കുക. ഈ 16 പാർട്സിൽ ആദ്യം 1ാമത്തെ ടോപ്പിക് എഴുതുക, 2ാമത്തെ ടോപ്പിക് എഴുതുക. അങ്ങനെ നിങ്ങളൊരു ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്സും ഈ ഒരൊറ്റ പേജിലായിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു മടക്കിയിട്ടൊരു കുഞ്ഞ് നോട്ട്ബുക്ക് പോലെ ആക്കിയിട്ട് വെക്കാൻ പറ്റും. ഒരു ബുക്ക്ലെറ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും, ഇപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 10 ചാപ്റ്റർ പഠിക്കാനുള്ളെങ്കിൽ നിങ്ങൾക്ക് 10 കുഞ്ഞ് കുഞ്ഞ് നോട്ട്ബുക്സ് പോലെ കിട്ടും. അല്ലെങ്കിൽ 10 പേജ് എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മുമ്പ് നമ്മൾ ഫുൾ ബുക്സും ടെക്സ്റ്റും ഒക്കെ നിരത്തി വെച്ചിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഈ ഒരു ഫുൾ പേപ്പർ വെച്ചിട്ട് നമുക്ക് മുഴുവൻ ചാപ്റ്ററും റിവൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഒരൊറ്റ ബിഗ് പേജിൽ നമുക്ക് കിട്ടി. മുഴുവൻ ബുക്കും നോട്ട്ബുക്കൊക്കെ മറിച്ച് നോക്കി കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാളും എല്ലാം ഒരിടത്ത് ഉണ്ടാകുമ്പോൾ നമുക്കത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഈ ബുക്സിന് നിങ്ങൾക്ക് കളേഴ്സ് കൊടുക്കാം, ഓരോന്നിനും ഓരോ സബ്ജക്റ്റിനും ഓരോ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയുള്ളൊരു ടിപ്പാണ്, ചില കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ബോറടിക്കും, വല്ലാതെ ബോറടിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യലൊക്കെ വായിക്കുമ്പം ബോറടിക്കുന്നവരാണെങ്കിൽ ഒച്ചത്തിൽ വായിച്ച് പഠിക്കുക. നമ്മൾ ഒച്ചത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത് കുറയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ശരിയാവും. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ശരിയാവും ഒക്കെ ചെയ്യും. ഓക്കെ, അവസാനത്തെ ടിപ്പാണ് ബി ഓർഗനൈസ്ഡ്. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് വെച്ചാൽ നിലത്തിരുന്നായിക്കോട്ടെ, ഡൈനിങ് ടേബിളിലായിക്കോട്ടെ, സ്റ്റഡി ടേബിളിലായിക്കോട്ടെ, ബെഡിലായിക്കോട്ടെ, എവിടെ ഇരുന്ന് പഠിച്ചാലും ആ പഠിക്കുന്നിടം നല്ല വൃത്തിയായിട്ട് വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. വേണ്ട പുസ്തകങ്ങൾ മാത്രം ടേബിളിൻ്റെ മുകളിൽ വെക്കുക, വലിച്ചു വാരിയിടാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് ടിപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരുന്ന എക്സാംസിനും ക്ലാസ്സിലേക്കൊക്കെ വേണ്ടി പഠിച്ചു നോക്ക്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.